വിവാദ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് നിയമസഭയിൽ നേരിട്ടും അല്ലാതെയും മറുപടിയില്ല. ADGP RSS കൂടിക്കാഴ്ച, തൃശൂർ പൂരം വിവാദം, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ എന്നിവയിലാണ് മറുപടി ഇല്ലാത്തത്. ഇവ നക്ഷത്രചിഹ്നമില്ലാത്ത ചോദ്യങ്ങളുടെ പട്ടികയിലേക്ക് മാറ്റിയത് നേരത്തെ വിവാദമായിരുന്നു. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, അൺസ്റ്റാർഡ് പട്ടികയിലേക്ക് മാറ്റിയിട്ടും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഒരുക്കമല്ല സർക്കാർ എന്നതാണോ മനസ്സിലാക്കേണ്ടത്? അനുജ, ഇക്കാര്യത്തിൽ സർക്കാരിന് ഉത്തരമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, നമുക്കറിയാം, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളായി ഇത് സഭയിൽ കൊണ്ടുവന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും ഉന്നയിച്ചത് ADGP RSS കൂടിക്കാഴ്ച, അതെന്തിനു വേണ്ടിയായിരുന്നു, അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ടോ, ആ പരാതിയിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടോ. രണ്ടാമത്തെ ചോദ്യം തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. മൂന്നാമത്തേത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുമായി ബന്ധപ്പെട്ട ചോദ്യവുമായിരുന്നു. എന്നാൽ ഇത് സഭാ ചട്ടങ്ങൾ പാലിക്കാതെ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളുടെ പട്ടികയിലേക്ക് മാറ്റിയത് പ്രതിപക്ഷത്തിന് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇത് പ്രതിപക്ഷം സ്പീക്കർക്ക് മുൻപിലേക്ക് എത്തിക്കുകയും ചെയ്തു. എന്നാൽ ആരോപണങ്ങളും അഭ്യൂഹങ്ങളും മാത്രമായതുകൊണ്ടാണ് നക്ഷത്ര ചിഹ്നമിടാത്ത പട്ടികയിലേക്ക് മാറ്റിയതെന്നായിരുന്നു സ്പീക്കറുടെ ഇക്കാര്യത്തിലെ റൂളിംഗ്. എന്നാൽ അങ്ങനെ മാറ്റിയിട്ടും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ സർക്കാർ ഒഴിഞ്ഞു മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ സഭാരേഖയിലും ആ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി നൽകിയിട്ടില്ല. അനുജ, ശരി, അൺസ്റ്റാർഡ് ചോദ്യങ്ങളായിട്ടും ഇതിൽ മറുപടി നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഇന്നത്തെ രേഖയിൽ ഇതിന് മറുപടി നൽകിയിട്ടില്ല എന്നതാണ്. അതിന്റെ വിവരങ്ങളാണ് ഷഫീദ് റാവുത്തർ നൽകിയത്.